നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി അവിടെ തന്നെ വേണോന്ന്. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചൂടുവെള്ളം ചോദിച്ചതുകൊണ്ടാ ഞാൻ അടുക്കളയിലേക്ക് പോയത്. ചൂടുവെള്ളം? ദേ, ഞാൻ ഭയക്കുന്ന പോലെ എന്തേലും സംഭവിച്ചാ വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. ഇവിടെ കിടക്കട്ടെ. ഇതാണ് കഠിന തടവ്. 3-4 ദിവസം കഴിയുമ്പോ കടലിലോ കായലിലോ തള്ളും. അവൾ അഭ്യാസവും കൊണ്ട് കേറി വന്നത് കടുവാക്കൂട്ടിലേക്കാ. ഒരു ഡോക്ടർ. വന്ന് കേറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞിനെ എന്ത് ചെയ്യും? അതാ അടുത്ത പ്രശ്നം. മീനാക്ഷി സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞിനെ ഇവിടെ സൂക്ഷിക്കുന്നത് എന്തായാലും ആപത്താ. കുഞ്ഞിനെ കിട്ടിയ അവള് ബഹളം ഉണ്ടാക്കി രക്ഷപ്പെടും. അതൊരു വലിയ പ്രശ്നമാവും. കുട്ടിയെ കിട്ടാതിരുന്ന അവൾ ഒരിക്കലും പോവില്ല. മീനാക്ഷി സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞ് ഇവിടെയുള്ളത് അപകടം. ഡോക്ടർ വേഷം കെട്ടിവന്ന് ഇവളുടെ വാല് പിടിച്ച് ആരെങ്കിലും ഇവിടെ വന്ന് മീനാക്ഷിയെ രക്ഷിക്കാൻ ശ്രമിച്ചാലും കുഞ്ഞൊപ്പം ഇല്ലാതെ മീനാക്ഷി പോകാൻ തയ്യാറാവില്ല. അപ്പോ എന്താ ചെയ്യേണ്ടത്? മീനാക്ഷിയുടെ കയ്യെത്താ ദൂരത്തിലേക്ക് കുഞ്ഞിനെ മാറ്റണം. മീനാക്ഷി മാത്രമല്ല, ആരും പെട്ടെന്ന് കേറി ചെല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന്. അതായത് ഇപ്പൊ തന്നെ കുഞ്ഞിനെ മാറ്റണം. മീനാക്ഷിയും കുഞ്ഞും ഒരിടത്തുള്ളത് എപ്പോഴായാലും അപകടം തന്നെയാ. അവര് രണ്ടിടത്തായാലേ കുഞ്ഞിനെ വെച്ച് വിലപേശാനാകും. ഡോക്ടർ വേഷം കെട്ടി ഇവള് വന്നതുപോലെ ഇനിയും മീനാക്ഷിയെ രക്ഷിക്കാൻ ആരെങ്കിലും ഇവിടെ വന്നൂന്നിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ കുഞ്ഞുമായിട്ട് നീ പോണം. നല്ലൊരു ഉദ്യമത്തിനായതുകൊണ്ട് ചില എത്തിക്സുകൾ നമ്മൾ മറക്കുമല്ലോ. അതിനായി ഒരു കൊച്ചു കണ്ണടയ്ക്കൽ മറക്കില്ല ഡോക്ടർ. ആരാ? ഞാനൊരു ഡോക്ടറാ ഇവിടുന്ന് വിളിച്ചിട്ട് വന്നത്. വെയിറ്റ്. ഇത് ഡോക്ടറുടെ ഒഫീഷ്യൽ കാറാണോ? അതെ. പിന്നെ അകത്ത് ഡോക്ടർ അല്പം തിരക്കില്ല, വരാൻ ഇത്തിരി വൈകും.
എനിക്ക് ഒരു ഉപകാരം ചെയ്യോ? ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുഞ്ഞിനെയും ചേച്ചിയും ഒരു സ്ഥലത്തോട്ടാക്കാവോ? ഡോക്ടർക്ക് ഞാൻ മറ്റൊരു ടാക്സി അറേഞ്ച് ചെയ്യാം. ഉം. ശരി, താങ്ക്സ്. മോളെ ഒന്ന് അടങ്ങിയിരിക്കൂ കൊച്ചേ, ഒന്ന് അടങ്ങിയിരിക്കേ. ഞാൻ എങ്ങോട്ടായി കാർ ഓടിച്ച് പോകുന്നേ? മാഡം പറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടെ. മേഡം പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പോകുന്നത്. ഈ വഴി ചെന്ന് PK റോഡിലേക്ക് കയറി ശാസ്ത്ര റോഡ് കടന്ന് അവിടേക്ക് പോകാൻ ഒരു കുറുക്ക് വഴിയുണ്ട്. അത് വളരെ എളുപ്പമാണ്. ഏ അടങ്ങിയിരിക്കൂ കൊച്ചേ, ഒന്ന് വേഗം പോടോ. താനത് ഏത് വഴിയാ പോകുന്നേ? ഞാൻ ശരിയായ വഴിക്ക് തന്നെ മേഡം പോകുന്നത്. എടോ വിട്ടുപോയിക്കോ, നിർത്തരുത്. അയ്യോ, എൻ്റെ പൊന്നു മേഡം, നിർത്താതിരിക്കുന്ന നിയമലംഘനോ? തന്നോട് വിട്ടു പോകാനല്ലേ പറഞ്ഞത്? അങ്ങനല്ല മേഡം, ഒരു പ്രയോജനവും ഇല്ല. ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്ന ഡ്രൈവറല്ല. അതുമാത്രമല്ല, ഇതെൻ്റെ ചോറാണ് മേഡം. കൈ കാണിച്ചാൽ ഞാൻ നിർത്തും. ഇയാളുടെ ഒരു കാര്യം. എടോ ഒന്ന് വേഗം പോ.